പാലാ നഗരസഭയിൽ കോൺഗ്രസ് യുവതയായി വിജയിച്ച മായ രാഹുൽ ചെയർപേഴ്സൺ ആവാൻ സാധ്യതയുണ്ട്. നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന മായയെ പിന്തുണച്ചാൽ കോൺഗ്രസ് സഖ്യം എന്ന ചർച്ചയും ഒഴിവാക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധ്യതയുണ്ട്. അതാണ് ഇതിൽ കൂടുതൽ സാധ്യത മായ രാഹുലിന് കൽപ്പിക്കുന്നതിന് കാരണവും. കോൺഗ്രസ് കൗൺസിലർ ലിസിക്കുട്ടിയും പരിഗണനയിലുള്ള മറ്റൊരു പേരാണ്. വൈസ് ചെയർമാൻ പദവിയും കോൺഗ്രസിൽ നിന്ന് ജയിച്ച കൗൺസിലർമാർക്ക് നൽകാനാണ് ആലോചന. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ആലോചനകൾ ഗൗരവത്തോടെ നടക്കുകയാണ്. ശ്രീജിത്ത്, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ ഈ മായ അവർ നേരത്തെ കോൺഗ്രസ് വിമതയായി ജയിച്ച വ്യക്തി എന്ന രീതിയിൽ തന്നെ ഞങ്ങൾ കോൺഗ്രസ് കൗൺസിലർക്ക് പിന്തുണ കൊടുത്തില്ല എന്ന ന്യായം കണ്ടെത്താൻ കേരള കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ നീക്കം? ഒരു കാര്യം കൂടി ശ്രീജിത്ത്, ഈ കേരള കോൺഗ്രസിൻ്റെ നീക്കത്തിനൊപ്പം CPM ഉണ്ടാകുമോ അവിടെ? സജിത്ത്, നിലവിൽ എന്തായാലും ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ CPM ഉണ്ട്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണവുമായി ബന്ധപ്പെട്ട അവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കൗതുകരമായിട്ടുള്ള ഒന്ന് മായ രാഹുൽ കോൺഗ്രസ് വിമതയാണ് സാങ്കേതികമായി. പക്ഷേ കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച് UDF മുന്നണിയിലെത്തിയ ശേഷം ഫലത്തിൽ കോൺഗ്രസിലേക്ക് എടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സാങ്കേതികമായി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളെന്നുള്ള നിലയിൽ അവരെ പിന്തുണയ്ക്കുന്നതിനാണ് കൂടുതൽ സാധ്യത എന്നാണ് കേരള കോൺഗ്രസ് എം വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ മറ്റ് 4 കോൺഗ്രസ് കൗൺസിലർമാർ കൂടിയുണ്ട്. അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. മായ രാഹുൽ അല്ലെങ്കിൽ നിലവിൽ ഈ ലിസിക്കുട്ടി എന്ന മെമ്പർ കൂടിയുണ്ട്. അവർ ആകാനാണ് സാധ്യത. മറ്റൊരാൾ രജിത പ്രകാശാണ്. അവർ നിലവിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് വഹിക്കുന്നത്. അവർ ആ സ്ഥാനത്ത് തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും മായ രാഹുലിന്റെ നിലവിൽ അവർ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നു. നിലവിൽ അവർ അതിനുശേഷം ഈ ആക്ടിംഗ് ഈ ഭരണം വീണതോടെ ആക്ടിംഗ് ചെയർപേഴ്സൺ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മായ തന്നെ എത്തുമെന്നുള്ള സൂചനകൾ ആ പാർട്ടി സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ വൈസ് ചെയർമാൻ ആര് എന്ന ചോദ്യം കൂടി അവിടെ ഉയർന്നു വരികയാണ്. വനിതാ സംവരണമാണ് ചെയർപേഴ്സൺ, മറ്റേത് പുരുഷന്മാർക്ക് ആകാവുന്നതാണ്. അത് കേരള കോൺഗ്രസ് എം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലെ അവരുടെ പ്രഖ്യാപനം അനുസരിച്ച് അധികാര സ്ഥാനങ്ങളിലേക്കൊന്നും ഞങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത് ഏറ്റെടുത്താൽ ബിജു പാലുപ്പടവൻ തന്നെ വൈസ് ചെയർമാൻ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇനി അതല്ല, ഈ വിമതരെ തന്നെ ഈ ഭരണം അട്ടിമറിക്കാൻ ഫലത്തിൽ സഹായിച്ച വിമതരുണ്ട്. ആ വിമതരെ തന്നെ ആക്കാനാണ് സാധ്യതയെങ്കിൽ ടോണി തൈപ്പറമ്പിലോ അല്ലെങ്കിൽ ബിജു മാത്യൂസോ ആകും. ടോണി തൈപ്പറമ്പിലാണ് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്ന നഗരസഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ്. എന്തായാലും അത്തരം സാധ്യതകളൊക്കെയാണ് അവിടെ നിലനിൽക്കുന്നത്. വൈകാതെ എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാകും. 2-3 ആഴ്ചക്കകം ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സജിത്ത്, രാഷ്ട്രീയ സാധ്യതകൾ എങ്ങനെയാണ്? എന്തായാലും പാലയിൽ പുതിയ ഭരണസമിതി വരികയാണ്, പുതിയ ചെയർപേഴ്സൺ വരുന്നു, രാഷ്ട്രീയ മാറ്റം സംഭവിച്ചിരിക്കുന്നു പാലയിൽ. അവിടുത്തെ സാധ്യത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.